കനത്ത പോരാട്ടമാണ്. നമുക്ക് ഇടതുപക്ഷ ക്യാമ്പിലേക്ക് കൂടി ഒന്ന് പോകണം. സാനിയോ മനോമിയുണ്ട്. സ്വരാജിന്റെ പ്രചരണം ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ് നടക്കുക. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. സാനിയോ, മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മഴയോടൊപ്പം തന്നെ ആവേശത്തിനും ഒട്ടും കുറവില്ല. ഹൈ വോൾട്ടേജ് പ്രചരണത്തിനാണ് ലക്ഷ്യമിടുന്നതല്ലേ ഇടതുമുന്നണിയും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നല്ല മഴയുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. അത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാറി നിന്നിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ നല്ല ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. അരുൺ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജിൻ്റെ പര്യടന പരിപാടികൾ ഉണ്ടാവുക. പോത്തുകല്ല് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2019 പ്രളയകാലത്ത് വലിയ തരത്തിൽ ആഘാതമേറ്റിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു പോത്തുകല്ല് പഞ്ചായത്ത്. അവിടെയുള്ള നെട്ടിക്കുളം, തമ്പുരാട്ടിക്കല്ല്, പാതാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് നല്ല ഓർമ്മയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ സ്വരാജ് പ്രചാരണവുമായി എത്തുന്നു. മാത്രവുമല്ല, സ്വരാജിൻ്റെ വീട് പോത്തുകല്ല് പഞ്ചായത്തിലെ നെട്ടിക്കുളത്താണ്. ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. പിന്നീട് ടൗണിലേക്ക്, മുക്കട്ടയിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വലിയ പ്രചാരണത്തിന് തന്നെയാണ് LDF. യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിലുള്ള പ്രചാരണം തന്നെയാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ചെറിയൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ TM സിദ്ദീഖ് പറഞ്ഞിരുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരുടെയും വോട്ട്, അതായത് SDPIയുടെ അടക്കം എല്ലാവരുടെയും വോട്ട് വേണമെന്ന കാര്യം പറഞ്ഞതും അത് വിവാദത്തിലായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിവാദങ്ങൾ ഒരു വിവാദവും ഇല്ലാതെ പോവുകയായിരുന്ന ക്യാമ്പിൽ അങ്ങനെ ഒരു ചെറിയ വിവാദം ഉണ്ടായി എന്നുള്ളത് ശരിയുമാണ്. ഏതായാലും ഇന്നിപ്പോൾ വാഹന പര്യടനം, അതുപോലെ വീടുകൾ കയറിയുള്ള പര്യടനം, ഇതൊക്കെ നടക്കും. സ്വരാജ് ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. ശരി, സാനിയോ മനോമിയാണ് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുള്ള പ്രചരണത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.